പറ. മാത്തപ്പന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഞങ്ങളെ. മാത്തപ്പന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാ. ഇത് സുമേഷ് അച്ഛ തന്ന കാർഡാണേ. സുമേഷ് അച്ഛ തന്ന ഗിഫ്റ്റ്. സുമേഷ് അച്ഛ ദേ ഇതിൽ ഈ ഒരു വൗച്ചറുണ്ട് കേട്ടോ. ഈ വൗച്ചറിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കടകളുടെ പേര് കാണുമേ. നമുക്ക് അപ്പോൾ അവിടെ പോയി സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം കേട്ടോ. ദേ ഇത് സരിത ചേച്ചിയും ദിലീഷേനൊക്കെ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഈ തോക്ക് കിട്ടിയപ്പോൾ തൊട്ട് പുള്ളി അതും കളിച്ചുകൊണ്ട് നടക്കുക. കാരണം ഇത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ബബിൾസ് വരും കേട്ടോ. അതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട അവനെ. അതുകൊണ്ട് അത് കിട്ടിയ അപ്പോൾ തന്നെ ഓൾറെഡി അവിടെ വെച്ച് തന്നെ ഇത് അൺബോക്സ് ചെയ്തായിരുന്നു. നിങ്ങൾ എൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതിൻ്റെ അകത്ത് മനസ്സിലാകും. അന്ന് തൊട്ടേ അപ്പം തൊട്ടേ ഇവന്മാർ അത് കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ ഇതൊരു ഡ്രാഗൺ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതും ബാറ്ററി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നടക്കും കേട്ടോ, ലൈറ്റൊക്കെ കത്തുവേ. ഇത് ചിറ്റേൻ്റെ മക്കളും കൂടെ തന്ന ഗിഫ്റ്റാണേ മാത്തപ്പന്. നമുക്കതങ്ങോട്ട് മാറ്റി വെക്കാം, പിന്നെ നമുക്കത് ഓപ്പൺ ചെയ്ത് കാണാവേ. ദേ ഇത് നമുക്ക് ശ്രീതേണ്ണും അഞ്ചു ചേച്ചിയും കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ. അവർക്ക് ബർത്ത്ഡേക്ക് വരാൻ പറ്റിയില്ല, അവർക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ലീവ് കിട്ടിയില്ല കേട്ടോ. അപ്പം തലേദിവസം വൈകിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നായിരുന്നേ. ഇതൊരു ഫയർ എഞ്ചിനാണേ. പിന്നെ ആ കൂടെ തന്നെ ഒരു ബർത്ത്ഡേ കാർഡും ഒരു ചോക്ലേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അത് ആമക്കുട്ടിയും കാശിയും കൂടെ രണ്ടുപേരും രണ്ടായിട്ട് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി അങ്ങനെയാണ് അവർ കൊണ്ടുവന്നത് കേട്ടോ. പിള്ളേർ ഇവിടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ എന്ത് പരിപാടിക്കും നമ്മൾ കാർഡ് കൊടുക്കും കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇപ്പം രോഗികൾ ആശുപത്രി കിടന്നാലും നമ്മൾ കാണാൻ പോകുമ്പോഴത്തേക്ക് എന്താ കൊടുക്കുന്നത്, ഫ്രൂട്ട്സ് അല്ല വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് പലഹാരം എല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ എല്ലാവരും ഫ്ലവറാണ് കൊണ്ട് കൊടുക്കുന്നത് ഇവിടെ. അതുകൊണ്ട് ഏത് കടയിൽ കയറി ചെന്നാലും ആദ്യമേ ഫ്ലവറാണ് വെച്ചേക്കുന്നത് കേട്ടോ. ദേ അടുത്ത നമ്മുടെ ഗിഫ്റ്റ് ഒരു സ്പൈഡർമാൻ്റെ സ്കൂട്ടറാണ് കേട്ടോ. ഇത് നമ്മുടെ അനന്തം തന്നതാണേ. അനന്തം തന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഇതൊരു 5-6 അതിൽ കൂടുതൽ അവന് ഓടിക്കാൻ പറ്റിയെങ്കിലേ ഉള്ളൂ. ഇത് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവന് നല്ലതായിട്ട് ഉപകാരപ്പെടും. നല്ലൊരു സ്കൂട്ടറാണേ. ഇതും അടിയിൽ ബാറ്ററി ഇട്ടാൽ ലൈറ്റ് കത്തും കേട്ടോ. ആ വീല് ഓടിക്കുമ്പോൾ ലൈറ്റ് കത്തും. അതും ഇരുട്ടത്തൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാമെന്ന് ഞാൻ ആദ്യമേ ഓർത്ത്. പിന്നെ അത് ഇച്ചിരി എഴുന്നേറ്റ് ഇച്ചിരി പ്രസ് ചെയ്യണം നല്ലതായിട്ട്, എന്നാലേ അത് നല്ലതായിട്ട് ഇരിക്കത്തുള്ളേ. അതുകൊണ്ട് ഞാനും അത് പിന്നെ കാണിക്കാമെന്ന് ഓർത്ത് അത് കയ്യോടെ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ബർത്ത്ഡേ വ്ളോഗും ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോയും ഈ അൺബോക്സിങ്ങും ഒക്കെ ഞാൻ ഫോൺ നേരെ പിടിച്ചാണ് കേട്ടോ എടുത്തത്. അല്ലായിരുന്നെങ്കിൽ ഇത് ശരിക്കും ഒരു ലോങ് വീഡിയോയ്ക്കുള്ള ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ് ഇടുന്നത് കേട്ടോ. നിങ്ങൾ ക്ഷമിക്കണേ. അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഗിഫ്റ്റ് നോക്കാം കേട്ടോ. അടുത്ത ഗിഫ്റ്റ് ആരുടെയാണ്? അടുത്ത ഗിഫ്റ്റ് ഇത് വലിയ ഗിഫ്റ്റ്, അത് നമുക്ക് അവസാനം പൊട്ടിക്കാം കേട്ടോ. അടുത്ത ഗിഫ്റ്റ് ദേ നമ്മുടെ ടുട്ടപ്പൻ്റെയാണ് കേട്ടോ.